Video of Lalaton giving goals to news channel today. അയ്യോ Instagram ഇത് മാത്രമേ. ഹലോ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ അല്ലേ ഇത് നേരത്തെ പറഞ്ഞോളാ പോടാ ഞാൻ ആരാണോ ഞാൻ നിന്റെ തൊണ്ട. എടാ എല്ലാ വീഡിയോ ചാനലും വിളിച്ചാ പുള്ളി അത് പടത്തിന്റെ പ്രമോഷൻ വല്ലതും ആണോടാ? അല്ല അങ്ങനെ വിഷു സമയത്ത് എല്ലാരും വിളിക്കുവോ എല്ലാ ചാനലുകാരെയും? വളരെ മോശമായി പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അല്ല മോശമായി പോയി. നിനക്ക് വിളിച്ച് സോറി പറഞ്ഞേക്കാം. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ ദൂരദർശൻ കേന്ദ്രൻ ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ തന്ത. ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു എന്തൊരാശ്വാസം. മറ്റേ ഇല്ലേ കുഞ്ചാക്കോന്റെ സിനിമയുടെ അതിന്റെ ഇത് പ്രൊമോഷന്റെ അത് കണ്ടായിരുന്നോ? ഇല്ല അത് കണ്ടില്ല. പ്രൊമോഷന്റെ അതിന്റെ ഉണ്ടായിരുന്നു. സ്നൈപ്പ് ചൂട് മതാര സാവേജ്. നിന്റെ കാഞ്ഞിരപ്പള്ളി വെള്ളത്തിലൊന്നും അവിടെ വർക്കൗട്ട് ആവൂല മോനെ കഞ്ഞി കുഞ്ഞേ. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും ഹലോ മധുരക്കനി മൈ ഡാർലിംഗ്. ഫേക്ക് സിഗ്മ പുണ്ടല്ലേ അടിക്കുന്നത്. ഇവൻ എന്നിട്ട് എന്റെ കൂടെ വരുമ്പോഴേ വലിയ ഡയലോഗ് ഒക്കെ അടിക്കും കേട്ടാ. എനിക്ക് എന്നുവെച്ചാ ഇപ്പൊ ഈ കൊച്ചെടുത്ത് ഒരു ദിവസം പണയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണ് ആ പെണ്ണുങ്ങളൊക്കെ, എന്നിട്ട് 2 ദിവസം സിറ്റിയിൽ ആരെങ്കിലും പിടിച്ച് തല്ലും, എന്നിട്ട് 3-ാമത്തെ ദിവസം സിറ്റുവേഷൻ ഒന്ന് ഒതുങ്ങുമ്പോ പിന്നെയും പോവും. കീരിയാടാ നീ. മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ. ഈ പാരച്യൂട്ടിനകത്ത് ഇരുത്തിക്കൊണ്ട് പറത്തിയത് ഈ കീരി ഒരു 6 വർഷം മുമ്പ് നിമ്മുവിനെയും കൊണ്ട് പോയത്. നിമ്മുക്കുട്ടി അതിനെയും കൊണ്ട് പോയതാണ്, മനസ്സിലായ? ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ത്രില്ല. ഓക്കേ സന്തോഷം ട്രൈ ചെയ്യാം ആർക്കാണോ നമ്മളെ വീഴ്ത്താനായിട്ട്. പക്ഷേ നിങ്ങൾ തന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ. സോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എല്ലാ ജാൻഷനും പറഞ്ഞില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയപ്പോഴത്തേക്കും വേറെ പ്രശ്നമൊന്നുമില്ല. ആ കോൺഫിഡൻസ് ജയിക്കാണെങ്കിൽ ടി വിനെ ചവിട്ടി മോളിൽ കയറണമെന്ന് വിചാരിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് കളിക്കാം, ഗ്യാങ് ചെയ്യാം, ബാക്കി എല്ലാ കാര്യം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടും. ടി വിനെ ചവിട്ടി മോളിൽ കയറുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഊരും. കാരണം നടക്കില്ല, അത് പാടാണ്. നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. പക്ഷെ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് നോക്കിയവന്മാരൊന്നും ഇതുവരെ എന്തായാലും മര്യാദക്ക് പോയിട്ടുമില്ല. അതത്രേ ഉള്ളൂ. ജിതെക് ബ്രോ 93 ബ്രോ താങ്ക് യു സോ മച്ച്. 2 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് 2 എണ്ണം ചെയ്തോ? 4 എണ്ണം ചെയ്ത്. 5 എണ്ണം ചെയ്തു ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു. ഹലോ ഗുഡ് മോർണിംഗ്. അല്ല ഗുഡ് രാത്രി എന്താ പറയാ? ഗുഡ് രാത്രിയോ എന്താ രാത്രിക്കത്തെ പറയാ, മറന്നുപോയി. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. മാക്സിമം എല്ലാരും സ്റ്റോറി വെക്കുക. ആരും ഇനി സ്റ്റോറി വെക്കാതെ ആരോ കൊടുത്ത പടിയാണ്. പ്ലീസ് ദയവ് ചെയ്ത് സ്റ്റോറി വെക്കണം. ഗുഡ് രാത്രിയാ. അത് കാണണം. ഒറ്റ കാര്യം കൂടി, ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകൾ. ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. ഇനി അത് വരട്ടെ, അത് തിയേറ്ററിൽ വരട്ടെ, ആൾക്കാർ കാണട്ടെ. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞല്ലേ, അങ്ങനെയാണല്ലോ. ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ആരാ സംസാരിച്ചോണ്ടിരുന്നത്? ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 പേര് വാഴ 2ന്റെ സംവിധായകനും അതേപോലെ ക്യാമറമാനാണ് സവിൻസായും അഖിൽ ലൈലാസുരനും. അപ്പൊ 2 പേർക്ക് ഹാപ്പി വിഷു. താങ്ക് യു വെരി മച്ച്. ഇതിൽ കുഞ്ചാക്കോമറ്റി എവിടെ? മറ്റേ ഒരെണ്ണങ്ങളുണ്ടല്ലോ, അത് ഒരെണ്ണമുണ്ട് അതിനകത്ത്. അതാണ്
എന്തൊക്കെ ഐറ്റങ്ങളല്ലേ അണ്ണാ, ഇത് 3 കാണണേ. ഇത് നമ്മളന്ന് ചെയ്തതണ്ണ. ഞാൻ വല്ല പറയട്ടെ, ഞാൻ വല്ല പോലെ നോക്കിക്കൊള്ളാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വല്ലാത്ത ചൂടെടുക്കുന്നു. പോയി വീശാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. എല്ലാം ഇവരുടെ കൺട്രോൾ. വീശ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയുമ്പോ ഒരു ഓൾഡ് ഡോഗ് കൊണ്ട് വെച്ച് വെക്കണമായിരുന്നല്ലേ. ഒരു കൊക്കോള, ഒരു ഓൾഡ് ഡോഗ് അല്ല ഒരു ജവാനോ എല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ വേണമായിരുന്നു. ഞാനായിരുന്നു അങ്ങനെ ബെസ്റ്റ് അടിച്ചേരെ. അവസരം കിട്ടിയില്ലല്ലോ. ചെറിയ ചൂടൊക്കെ ഉള്ളൂ. ഒരു ചെറിയ ചൂട് പോലും ദർശനം കടിക്കുന്നത് എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ചൂടെടുക്കുന്നുണ്ടോ ദർശനിക്ക്? കുട്ടി പറയോ. പക്ഷെ ഇന്നലെ ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് മറ്റേ ഡയനെ അവരൊക്കെ ഇല്ലേ, അവര് ആർപ്പി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അത് കണ്ടിട്ട് ഇവന്മാര് എന്നെ ഊക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്നതാണെന്ന് ഞാൻ പിന്നീട് അറിയുന്നേ. മനസ്സിലായ? ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇരുന്നങ്ങ് ചെയ്യുകയും ചെയ്ത്. ആണോ? അല്ലല്ലല്ല, അവളാ ആദ്യം ചെയ്തേ. ഇതിനു മുമ്പേ ഞാൻ ഒരു വട്ടം ചെയ്തായിരുന്നു. ഓ മൈ ഫക്കിംഗ് ഗോഡ്. അത് പറ, അങ്ങനെ പറ, അല്ലാതെ ഞാനല്ല ആദ്യം ചെയ്തത്, നീ. അന്നം ദൈവമാണെന്ന് അറിയില്ലേ? എന്തൊക്കെയാണ്? 99% of people choose the wrong chair. Which one do you pick? The first is a luxury couch that's insanely comfortable, but the moment you sit down, a 10-minute timer starts counting down. The second is the ultimate gaming chair, but you're forced to play a strange game with a stranger. And if you lose, you never lose. The third is a futuristic massage chair that reads your emotion and reacts. എന്തൊക്കെയാണ് വെച്ചിടുന്നത്? ഗൈഡാർസ് ഒക്കെ കണ്ണും പൂട്ടി ഗെയിമിംഗ് ചെയർ യൂസ് ചെയ്യും. പിന്നെ ഉറപ്പല്ലേ ബ്രോ? ഇതൊന്ന് നോക്കണേ. വെയിറ്റ് ഫോർ art until I find my audience. That's when I start to get anxious. That's when my thoughts can be dangerous. That's when I put on my makeup and drown in self-hatred. Forget what I'm saying and where the beat go? Drums came in, you ain't see. എടാ, ഞാനോർത്ത് ഈ ചെറിയ പടം കളർ ചെയ്യുമായിരിക്കും. പുല്ല, അത് നോക്ക്, നോക്ക്. Where the beat go? Drums came in, you ain't see. എന്ത് കിടില സ്ഥാനോടാ അത്. പെണ്ണ അപ്പോഴത്തേക്ക് സർക്കെ സെർച്ച് ചെയ്തിട്ടോ. എന്റെ ഫ്രണ്ടാ. അല്ല, പെണ്ണാണല്ലേ ആണാണല്ലേ ഞാൻ പറയാണ്. അതൊരു ഭയങ്കര പോയിന്റ് ഉള്ള കാര്യമൊക്കെ. സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടണം. ഈഗിൾ ഗെയിമിംഗ് കണ്ടില്ലേ, ഈസി. അതുപോലെ എന്തെങ്കിലും നിങ്ങൾ വെറൈറ്റി പേരിടുന്നൊക്കെ നല്ല, ഈ അണ്ടർസ്കോയറും അതും ഇതും ഒക്കെ വാരി എടുക്കുമ്പോഴാണ് പ്രശ്നം. സമയമുണ്ട്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചിഹ്നം മാറി കുത്തരുത്. നമ്മുടെ ചിഹ്നം പെട്ടി. ഓക്കെ, അവരെങ്ങ് വിളിക്കേ. എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാ. അല്ല, ഒരു കാര്യം വന്നേ, ഇപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി മാമയ്ക്ക്. ചെന്നോട്ടി. ഒരു പെഗിനൊക്കെ ഓട്ടം മറിക്കുന്നവരുണ്ടാവോ? എന്താലേ ഇങ്ങോട്ടാണ് ഇടിച്ചെടുക്കണേ. എന്താണ് ടോണി കൊണ്ടുപോയി ഇടിച്ചോളൂ. ഇനി ഞാൻ നോട്ട് ചെയ്യട്ടെ. സമയം കഴിഞ്ഞല്ലോ. അയ്യോ, 5 മണി അവിടെ ഉള്ളല്ലോ. സമയം കഴിഞ്ഞു. അല്ല, അങ്ങനെ പറഞ്ഞ അങ്ങനെ എനിക്ക് വോട്ട് ചെയ്യണ്ടേ? തന്നോടല്ലേ പറഞ്ഞ. നിന്റെ വീട്ടിലൊന്നും അല്ല വോട്ട് ചെയ്യാൻ വന്നത്. എവിടെ ഉത്തരം സംഭവം? വൈഫിനെ കാണിക്കാനാ. പിടിച്ചോ, ഇങ്ങോട്ട് നടക്കണേ. എല്ലാരും വോട്ടൊക്കെ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. എന്നാണ് റിസൾട്ട്? ഏപ്രിൽ 1 അല്ലെ മെയ് 4-ന്. മെയ് 4-നല്ലേ? 1 മെയ് 1-ാം തീയതി അല്ലേ? മെയ് 4-ാം തീയതി അല്ലേ? ആ, ഓക്കെ.
ചന്ദ്രന്റെ ചേട്ടന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ ചെന്നപ്പോ ഒരു വണ്ടി ഉത്സവ പെരുന്നാൾ പോലെ നിന്ന് കത്താണ്. അതിനകത്തുനിന്ന് പാട്ടും സത്യമായിട്ട് ഞാൻ പേടിച്ചു പോയി സൗണ്ട് ഒക്കെ കേട്ടിട്ട്. ചെറുക്കൻ ഏതോ പുതിയ ലോകത്തെത്തിയത് പോലെ കേട്ടാ. ബ്ലാക്ക് മാമ്പേലെ പിള്ളേരുടെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് പൊട്ടിയിലായിരുന്നു അവിടെ. അതിന്റെ വോക്കല് നോക്ക് വെളിയിലോട്ടുള്ള ആരാ എന്താ ബ്ലാക്ക് മാമ്പേല് ബ്ലാക്ക് മാഫിയ. ഓ സോറി ബ്ലാക്ക് മാമ്പേല് പോയി. എടാ നീയൊക്കെ പോലും ഒന്നും പറഞ്ഞു തന്നില്ലല്ലോടാ എന്റെ. Who was the best life? Vai ganhar, mas você tem que fazer tudo que os faixas mandar. Minha piroca que eu posto no TikTok. Quer ficar famosa, quer ganhar iPhone. Quer ficar ഒരു അഭിപ്രായം പോലും പറയല്ലേ ഇതിലൊന്നും. വാട്ട് ഇഫ് തൂക്കി സോങ്ങാടെ റാപ്പ് ഔട്ട് അയ്യ കേട്ടതായിരുന്നു. ഇത് കിടില സാധനം കേട്ടോ ഗൈസ്. ഇത് ഞാൻ എനിക്കകത്തടച്ചു വെച്ച മൂർച്ചയുള്ള വാക്കു പിന്നെ വിപ്ലവം എന്ന് ഞാൻ ഒരുക്കി വെച്ച കൈക്കരുത്ത് രണ്ടും എന്റെ അകത്തു നിന്നിതാ പുറത്ത് ചാടി വന്ന് നീതി കെട്ട തമ്പുരാന്റെ നേരെ തന്നെ ഞാൻ എടുത്ത് നീതിബോധം എന്നതിന്റെ താഴെയാണ് എനിക്ക് ദൈവം. എന്റെ നീതി ചത്തിടാതെ കാത്തിടേണ്ടത് എന്റെ ധർമ്മമാകയാൽ എനിക്ക് ചുറ്റും അന്ധകാര ചിന്ത മൂടി എന്റെ നേരെ വാള് വീശി വായടക്കി നിർത്തിയാൽ ഞാൻ ഒതുങ്ങി നിൽക്കുകയില്ല. തമ്പുരാന്റെ ചൊൽപ്പടിക്ക് ഞാൻ അടക്കി വയ്ക്കുകയില്ല. എനിക്കകത്തെ ഉൾക്കരുത്ത് നീതിമാൻ എനിക്കകത്തെ വിപ്ലവ ചുമപ്പിനാലെ തൂക്കും ഈ കരങ്ങളിൽ തമ്പുരാൻ തലയ്ക്കുമേലെ. മുന്നും പിന്നുമില്ലാതെ അതിനാൽ ചോന്ന കൈകളും തൂക്കി മുന്നും പിന്നുമില്ലാതെയാക്കി അതിനാൽ ചോന്ന കൈകളും തൂക്കി. ഇലക്ഷൻ LDF ജയിക്കുവാണെങ്കിൽ ഈ വീഡിയോ ഇടാം. നീതിബോധം എന്നതിന്റെ താഴെയാണ് എനിക്ക് ദൈവം എന്ന് നീതി ചത്തിടാതെ കാത്തിടേണ്ടത് എന്റെ ധർമ്മം. കൊള്ളാലേ കിടില സാധനമാണ്. എനർജി പവർ റാൻഡമൈസ്ഡ് വേണമെങ്കിൽ ചാത്തൻ അക്കൗണ്ടിൽ വരും. എടാ ഞാനിത് എങ്ങനെ ഇരുന്ന് മൊത്തം ഇത് ഞാൻ ഇവരുടെ ഈ സാധനങ്ങളൊന്നും ഞാൻ കാണാറില്ല. ഇതെന്താ ഇവർക്ക് ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ഇപ്പൊ കൊറേ പേര് ഇറങ്ങി കേട്ടോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന്. സ്നൈപ്പ് ഇവനാണ് എന്റെ ചെയ്തത്. ഇവരെയൊന്ന് തപ്പി പിടിച്ചെടുക്കണം. അവനെ എനിക്ക് ആളെ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടാ. ആക്ഷേപക്കാരൻ വെളിയിലിറങ്ങാൻ വയ്യ. എല്ലാരും കിടന്ന് കളിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം കേട്ടാ. ഈ പാട്ട് കേട്ട് ഞാൻ വെറുത്തട ഇത് കേട്ട്. ഇങ്ങനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പോടാ ഇത് ഫേക്ക് ആയിരിക്കുമോ? ഇത് ഒറിജിനൽ ആണോ? ഇത് സത്യം നമ്മളെപ്പോ അല്ല ബുദ്ധിയുള്ളവന്മാരാട്ടോ അതൊക്കെ. 3 മില്യൺ ആയ റീല്. 3 മില്യൺ വ്യൂസ് എന്തോ റീലിന്. നിങ്ങൾക്ക് അറിയേണ്ട നമ്മളെ വ്യൂസ് ആണെങ്കിലും നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മളൊരു ഡിസ്മാൻഡിൽ അങ്ങനത്തെ ആക്കുന്ന ഇഷ്യൂ വന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ഉള്ള ഇഷ്യൂ വന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഒപ്പം നിന്നുള്ള ഗ്യാങ്ങാണ് TVA. ഈവൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് TV ആണ് KV മാത്രമുള്ളൂ TVക്ക് ബ്രദർഹുഡ് എന്ന രീതിയിൽ. സോ അതന്നെ എനിക്കും പറയാനുള്ളത്. നമുക്കും
തിരിച്ച് ടി.വിയെ മാത്രമാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ ബ്രദർഹുഡായിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. സത്യല്ലേ മയിര് അയ്യോ